ചില സിനിമകൾ എങ്ങനെയാണ് ഒഴുകുന്ന കവിത പോലെയൊക്കെ തോന്നും. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ ഈ സിനിമയും എനിക്ക് അങ്ങനെ തോന്നിയത്. പായൽ കബാഡിയയാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അവരുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. ഈ സിനിമയെ പറ്റി നിങ്ങൾക്ക് എന്തായാലും കേട്ടിട്ടുണ്ടാവും. 2024 ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവിടുത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ അവാർഡ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ സിനിമയാണ്. ഇന്ത്യൻ സിനിമയാണ്. അങ്ങനെ ഒരുപാട് ഇന്ത്യൻ പടങ്ങളൊന്നും ആ സാധനം നേടിയിട്ടില്ല. സോ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതൊരു റിവ്യൂ എന്നല്ല, അത്യാവശ്യം ബയസൊക്കെയുള്ള ഒരു ഒപ്പീനിയനാണ്. 3 തലമുറയിൽപ്പെട്ട 3 സ്ത്രീകളുടെ കഥ പറയുന്ന സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അഥവാ പ്രഭയായി നനച്ചതല്ല. ഈ 3 സ്ത്രീകൾക്കും സ്വന്തമായ ജീവിതവും അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവരെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഈ സിനിമയുടെ പ്ലോട്ട്. മുംബൈയിലാണ് കഥ നടക്കുന്നത്. അതിൽ 2 പേര് മലയാളി നഴ്സുമാരാണ്. ഒരാൾ അവിടുത്തെ ഒരു കുക്കാണ് ആ ആശുപത്രിയിലെ. മുംബൈ സിറ്റി ഈ സിനിമയിലത്തെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. സ്വപ്നങ്ങളുടെ നഗരം അല്ലെങ്കിൽ ഉറങ്ങാത്ത നഗരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് ഈ നഗരം എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സിനിമയിലൊരു ചർച്ചാ വിഷയമാണ്. ഇതൊന്നും ഭയങ്കര ഡയറക്റ്റായിട്ട് സംസാരിക്കില്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. മുംബൈ സിറ്റിയെ നമ്മുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്നതിൽ സിനിമയ്ക്ക് വലിയൊരു റോളുണ്ട്. മുംബൈയുടെ ആ തിരക്കും ആ തിക്കുമുട്ടും ശ്വാസം മുട്ടലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. അത് കറക്റ്റായിട്ട് എങ്ങനെ ഫീൽ ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, സിനിമയുടെ കഥ ഒരു സമയത്ത് മുംബൈ സിറ്റിയുടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ തിരക്കും തിക്കുമുട്ടൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, മുംബൈ ഇത്രയും ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ളൊരു നഗരമാണ് എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുക. അത് ബ്രില്യൻ ഫിലിം മേക്കിംഗ് ആണ്. അത്യാവശ്യം കഴിവുള്ളവർക്കാണ് അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു സിറ്റിയെ പറ്റിയൊക്കെ. ഈ 3 പേരുടെ ജീവിതങ്ങളിൽ വെച്ച് മുംബൈ നഗരത്തിനെ പറ്റി കുറേ അപ്രിയ സത്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. സിനിമയുടെ ഏറ്റവും പവർഫുള്ളായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഇവരുടെ 3 പേരുടെയും ജീവിതത്തിലേക്ക് ക്യാമറ വെച്ച പോലെയാണ് സിനിമ നടന്നു പോകുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്, ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇമോഷൻസ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിട്ടേക്കാണ്. കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ ഒട്ടും ലൗഡായിട്ടുള്ള സംഭാഷണങ്ങളില്ല. ഭയങ്കര ഗംഭീരമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യം എടുത്തു പറയണം, കാരണം വളരെ മിനിമലാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില പോർഷൻസിൽ മാത്രമാണ് സ്കോർ വരുന്നുള്ളൂ. സൈലൻസ് ആണ് കംപ്ലീറ്റ് പരിപാടി നടത്തുന്നത്. അതായത് ഒരാളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ സംസാരിക്കുന്ന സംഭാഷണങ്ങൾക്കിടയിലൊരു ഗ്യാപ്പ് ഒരു പക്ഷേ ഉണ്ടാവും. ഒരാൾക്ക് മറുപടി പറയാൻ ഇത്തിരി താമസം എടുക്കും. ആ സമയത്ത് ഈ 2 ക്യാരക്ടേഴ്സിൻ്റെയും ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ വിചാരങ്ങളാണ് അവരുടെ ഉള്ളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യണത് ആക്ച്വലി നമ്മുടെ തലയുടെ ഉള്ളിലാണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് സിനിമ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ സ്കോർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരൊരു പാർക്കിലാണ് ഇരിക്കണമെങ്കിൽ ആ പാർക്കിൽ ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്നുണ്ടാവും, പാർക്കിന് പുറത്തു കൂടെ വണ്ടികൾ പോകുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അല്ലാണ്ട് അവിടെ വേറെ സ്കോറൊന്നുമില്ല. ഭയങ്കര ലൈവ്ലി ഫീലിംഗ്. 2 പേര് ഇന്ന് സംസാരിക്കണത് നമ്മളിരുന്ന് കാണുന്ന പോലെ നമുക്ക് തോന്നും. ബ്രില്യൻ ഫിലിം മേക്കിംഗ്. അത് അങ്ങനെ ഒരു ചോയ്സ് എടുക്കുന്നത് തന്നെ ഫിലിം മേക്കറുടെ കോൺഫിഡൻസിനും കൂടിയാണ് കാണിക്കുന്നത്. കാരണം ഇത് കൺവിൻസ് ആവോ ഇല്ല എന്നുള്ളത് ഔട്ട്പുട്ട് വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ കൺവിൻസ് ആക്കും എന്നുള്ള കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറെ സമ്മതിക്കണം. അത് ക്യാരക്ടേഴ്സിൻ്റെ അൺസ്പോക്കൺ ഇമോഷൻസ് എന്നൊക്കെ പറയില്ലേ, അവർ പറയാത്ത വികാരങ്ങൾ, അത് നമുക്ക് കിട്ടും. അത്രയും ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയാണെന്ന് പറഞ്ഞെങ്കിലും ഇത് മറ്റേ സ്ത്രീ ശാക്തീകരണം കൊട്ടിഘോഷിക്കുന്ന സിനിമയല്ല. സ്ത്രീ ശാക്തീകരണം ഇല്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ അത് പറയുന്ന രീതിക്കൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. സാധാരണ ഒരു റിയൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണോ പ്രശ്നങ്ങൾ നേരിടുന്നത് അത് അതുപോലെ കാണിച്ചിരിക്കുകയാണ്. അവിടെ പ്രീച്ച് ആയിട്ടൊന്നും പറയണില്ല, എടുത്ത് കാണിക്കുന്നില്ല, ഒന്നും പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. നമ്മൾ റീഡ് ചെയ്യുന്ന പോലെ ഇരിക്കും സിനിമയിലെ എംപവർമെൻറ്റിൻ്റെ ആംഗിളും എല്ലാ ആംഗിളും. അതുകൊണ്ട് തന്നെ ഇത് ഫെമിനിസ്റ്റ് വാല്യൂസൊക്കെയുള്ള അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന സിനിമയാണെങ്കിൽ കൂടിയും അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്കങ്ങനെ തോന്നുള്ളൂ. അതർവൈസ് ഒരു സ്ലൈസ് ഓഫ് ലൈഫ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ വളരെ ഭംഗിയിൽ ക്യാമറയിൽ പകർത്തി വെച്ചതായിട്ട് മാത്രമേ ഈ സിനിമ തോന്നുള്ളൂ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ എംപവർമെൻ്റ് ആസ്പെക്റ്റൊക്കെ.
എടുത്തു പറയേണ്ടത് സിനിമയിലത്തെ പെർഫോമൻസുകൾ തന്നെയാണ്. അഭിനയിക്കാൻ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഒരു ക്യാരക്ടറിനെയും. ഛായാകഥം എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്, ഒരുപാട് പേര് അവരെ കണ്ടിട്ടുണ്ടാവും. ലാപ്പത്ത ലേഡീസ് എന്ന് പറഞ്ഞ സിനിമയിൽ റെയിൽവേ സ്റ്റേഷനിൽ ആ ചായക്കട നടത്തുന്ന സ്ത്രീയാണ് അവർ. ഈ സിനിമയിലും ഒരു കുക്കായിട്ടാണ് അഭിനയിക്കുന്നത്. രണ്ടും രണ്ട് ക്യാരക്ടേഴ്സാണ്. രണ്ടുപേരുടെയും ലൈഫിനോടുള്ള സമീപനം ഒക്കെ ഡിഫറൻ്റ് ആണ്. രണ്ടുപേരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വ്യത്യാസമാണ്. വളരെ ഭംഗിയിൽ തന്നെ ഇപ്പോൾ ആ ക്യാരക്ടറിനെ ഛായാകഥം അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദിവ്യപ്രഭയും. ദിവ്യപ്രഭ ഈ 3 പേരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ട്, ആ ഒരു എന്തൂസിയാസം ഉണ്ട്. ഒരു ചെറിയ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്തൂസിയാസം ഉണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ട്. അതൊക്കെ വളരെ ഭംഗിയിൽ തന്നെ ദിവ്യപ്രഭ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ദിവ്യപ്രഭയുടെ കാര്യം പറയുമ്പോൾ വളരെ റോങ് ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ട് ദിവ്യപ്രഭ ഈ സിനിമയിൽ ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിൽ. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, വളരെ മോശമാണ് ആ ട്രെൻഡ്. ബട്ട് ദിവ്യപ്രഭയുടെ പെർഫോമൻസ് അത് കമൻറ്റബിൾ, കിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ കനി കുസൃതിയുടെയാണ്. പ്രഭ എന്ന് പറഞ്ഞ ഒരു നേഴ്സിൻ്റെ റോളാണ്. അതായത് കനി കുസൃതിയുടെ റിയൽ ലൈഫ് ക്യാരക്ടർ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുമെന്നറിയില്ല. അവരുടെ വീഡിയോസ് ഇൻ്റർവ്യൂസൊക്കെ കണ്ടറിയാം. വളരെ നന്നായിട്ട് ടോക്ക് ചെയ്യുന്ന ഭയങ്കര ലൈവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ശരിക്കും. ഇതിൽ ഒരു കടലുള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ ഉള്ളിൽ കിടക്കുന്ന ദുഃഖമോ ഒറ്റപ്പെടലോ ഒന്നും ഭയങ്കര ഓവറായിട്ട് പുറത്തേക്ക് വരുന്നില്ല. നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ ഒരാളെ നോക്കുകയാണെങ്കിലും ഒരുപാട് ട്രാജഡികളിൽ കൂടെ, പേഴ്സണൽ ട്രാജഡിയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളെ നമ്മൾ കാണുമ്പോഴും അയാൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നാവില്ല. എന്നാലും നമ്മൾക്ക് മനസ്സിലാവും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെന്ന്. അങ്ങനെ ഉള്ളിൽ ആ അത്രയും കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളായിട്ട് അത് നമ്മളെ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. കനി കുസൃതി ഭയങ്കര കിടിലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഓണറബിൾ മെൻഷൻ പോലെ പറയാനുള്ളത് അസീസ് നെടുമങ്ങാടിൻ്റെ ഒരു ക്യാരക്ടറാണ്. മൂപ്പർക്ക് കുറച്ച് സ്ക്രീൻ ടൈം ഉള്ളൂ, പക്ഷേ ഈ മിമിക്രി അല്ലെങ്കിൽ കൊമേഡിയനൊക്കെ ആയിട്ട് കയറി വന്നിട്ട് നല്ല കിടിലൻ ആക്ടറായിട്ട് മലയാള സിനിമയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് അസീസ് നെടുമങ്ങാട്. മൂപ്പരുടെ കാലിബറൊക്കെ എന്താന്ന് ഇപ്പം അറിയാം. കുറേ പടങ്ങളിൽ, കമേഴ്ഷ്യൽ പടങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതിലത്തെ റോള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വോയിസ് ഓവറായിട്ട് മൂപ്പര് ഒരു കവിത ഇതിൽ പറയുന്നുണ്ട്. ആ കവിത അത്ര ഫീലിൽ ക്രിഞ്ചടിക്കാതെയൊക്കെ അങ്ങനെ നരേറ്റ് ചെയ്യണമെങ്കിൽ ആക്ടറുടെ കയ്യിൽ അത്യാവശ്യം ടാലൻ്റ് ഉണ്ടാവണം, അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പരത് റിസൈറ്റ് ചെയ്യുന്ന ആ പോർഷനൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അസീസ് നെടുമങ്ങാടിൻ്റെ ആ ഒരു ഗ്രോത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ലളിതമാണെന്ന് പറയാം, എന്നാൽ വളരെ ആഴത്തിൽ കഥാപാത്രങ്ങളെ പറ്റി സംസാരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഈ സിനിമയുടെ അർത്ഥവും വ്യാപ്തിയൊക്കെ നമ്മളതിനെ കാണുന്നത് പോലെ ഇരിക്കും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു വിനോദത്തിനപ്പുറം സിനിമ ചിന്തിപ്പിക്കുന്നതും ഫീലടിപ്പിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്ത്. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ കളിക്കുന്നുണ്ട്. അധികം വൈഡ് റിലീസൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ചെറിയ സിനിമയാണ്. അപ്പോൾ കാണാൻ പറ്റിയെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇങ്ങനെയുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അത് പറ്റിയില്ലെങ്കിൽ പോലും എപ്പോഴാണ് OTT വരുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ സിനിമ കാണുക. വളരെ ഗംഭീരമായിട്ടുള്ള, വേണമെങ്കിൽ എന്താ പറയുക, മാസ്റ്റർ പീസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.